നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ അവസാന ഘട്ടത്തിലാണ് എന്ന് നിരീക്ഷിച്ചാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ള. നിതിൻ, ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്നത് ദിലീപിന്റെ ആവശ്യമായിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കോടതി ഈ ഹർജി തള്ളിയത്? ഗോപി, ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ദിലീപിന്റെ CBI അന്വേഷണം എന്ന ആവശ്യം തള്ളിയിരിക്കുന്നത്. ദിലീപിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണം എന്ന ആവശ്യം ഉയർത്തുന്നതെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. എന്തായാലും കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ച സാഹചര്യമുണ്ട്. CBI അന്വേഷണത്തിനായി കഴിഞ്ഞ 6 വർഷം അപ്പീലിലെ ആവശ്യം ഹർജിക്കാരൻ താൽപര്യത്തോടെ ഉന്നയിച്ചില്ലെന്നും സർക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു. സർക്കാരിന്റെ ഈ വാദം കേട്ടാണ് ഇപ്പോൾ ദിലീപിന്റെ CBI അന്വേഷണം എന്ന ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് CBI അനിവാര്യമാണെന്നാണ് ഇപ്പോൾ ദിലീപിന്റെ വാദം. പക്ഷേ ദിലീപിന്റെ ഈ വാദം എന്തായാലും കോടതി അംഗീകരിച്ചില്ല. ആവശ്യം തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയുള്ള അപ്പീലിൽ ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, അതോടൊപ്പം തന്നെ P. കൃഷ്ണകുമാർ എന്നിവരാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അന്തിമ വാദം കേട്ട് ഇതിലൊരു തീരുമാനം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 2019 ദിലീപ് നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ എന്തായാലും CBI അന്വേഷണം എന്ന ആവശ്യം തള്ളിയിരിക്കുന്നത്. കേസിൽ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ദിലീപ് ഉന്നയിക്കാൻ കാരണം പ്രധാനമായും ഇതിൽ നീതിയുക്തമല്ലാത്ത അന്വേഷണമാണ് നടക്കുന്നതെന്ന ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിലീപ് ഇതിൽ CBI അന്വേഷണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ ദിലീപിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. CBI അന്വേഷണം എന്ന ആവശ്യം ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുകയാണ്. ഈ പ്രധാനമായും കോടതി പറയുന്നത് വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതുകൊണ്ട് ഇനി ഒരു CBI അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നാണോ? ഗോപി, ആ ഒരു നിലയിൽ തന്നെ ഇതിനെ അനുമാനിക്കേണ്ടി വരും. കാരണം കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് തന്നെയാണ് കോടതി ഈ ഒരു സാഹചര്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണം എന്നൊരു ആവശ്യം ഉയർത്തുന്ന ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ അപ്പീലിലെ ഈ ഹർജിക്കാരൻ CBI അന്വേഷണം എന്നൊരു ആവശ്യം അത് വളരെ താല്പര്യത്തോട് തന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല എന്ന് പറയുമ്പോൾ ഈ കേസിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് CBI അന്വേഷണം എന്നൊരു ആവശ്യം ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തും വന്നിരിക്കുന്നത്. CBI അന്വേഷണം എന്തായാലും ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. 2019 ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചത്. പക്ഷേ ഹർജി നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയി. മാത്രമല്ല വിചാരണ അന്തിമഘട്ടത്തിലായ ഒരു സാഹചര്യത്തിൽ ഇനി CBI അന്വേഷണത്തിന് ഒരു പ്രസക്തിയില്ല എന്ന നിലയിൽ ഞാനിപ്പോൾ കോടതി ദിലീപിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. ശരി നിതിൻ, നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന ദിലീപ് നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. നിതിൻ അംബുജൻ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു.